ആദ്യത്തെ കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്, മുഴുവൻ കേൾക്കുന്നത് ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെന്ന് തടസ്സപ്പെടുത്താൻ പറ്റുമോ? പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞു. എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആകുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് രണ്ടുപേരും. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞു. എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സത്യമായിട്ടും ആണെന്നേ. എനിക്ക് സന്തോഷമാണ്. നിറഞ്ഞ മനസ്സോടുകൂടിയല്ലേ പറയണത്. അവരെ ഓർക്കണ്ടേ മാതാപിതാക്കളെ. അമ്മയെ ഞാൻ മനസ്സിലും വിചാരിച്ചു. അച്ഛൻ്റെ പേരും പറഞ്ഞു. അമ്മയുടെ പേര് പറയാൻ സ്കോപ്പില്ല അവിടെ, അതുകൊണ്ടാണ്. ഇല്ലേ അമ്മയുടെ പേര് കൂടി പറഞ്ഞേനെ. അച്ഛൻ്റെ അമ്മയുടെ പേര് പറയുന്ന അഭിമാനമാണ്. ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്, പരാതികളുണ്ട് വ്യാപകമായി. ഇപ്പം എൻ്റെ നിയോജകമണ്ഡലത്തിൽ പോലും വ്യാപകമായ പരാതികളുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ അതിൻ്റെ യോഗം വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ 3 ദിവസമോ? അതെങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞു, അന്ന് രാത്രി ചർച്ചകൾ നടത്തിയത് പൂർത്തിയായി ലിസ്റ്റ്. ഇന്നലെയാണ് അറിയുന്നത് ഗവർണർ സ്ഥലത്തില്ലാന്ന്. ഗവർണർ രാവിലെ തൃശ്ശൂരിലേക്ക് പോയി, അദ്ദേഹം രാത്രിയാണ് വന്നത്. ഇന്ന് രാവിലെ ഗവർണർക്ക് സമർപ്പിച്ചു. എവിടെയാ വൈകിയത്? നേരിട്ട് കൊടുത്തു. ഗവർണർക്ക് കൊടുത്താലേ ഗവർണർ അവിടെ നിന്ന് അപ്രൂവൽ വേണ്ടേ? അല്ലെങ്കിൽ അവിടെ എന്ത് തർക്കം? മിനിങ്ങാന്ന് രാത്രി തീർന്നു. നിങ്ങൾ എഴുതിയതിന് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറയും ഫിഷറീസിൻ്റെ തർക്കമാണ് എന്ന് പറഞ്ഞിട്ട് പല വാർത്തകളും വന്നു. ആ വിഷയങ്ങളൊക്കെ UDF ചർച്ചകളിലൊക്കെ മന്ത്രിസഭ സത്യപ്രതിജ്ഞയ്ക്ക് വന്ന UDFൻ്റെ ചർച്ചകൾ പൂർത്തിയായി. ഏത് മന്ത്രിസഭാ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് 10 ദിവസം കൊണ്ട് വരുന്ന കോൺഗ്രസിൻ്റെ മന്ത്രിസഭാ ലിസ്റ്റ് 24 മണിക്കൂർ കൊണ്ട് വന്നു. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ, അങ്ങനെയാണ് രാത്രി. സാധാരണ 48 hours എടുക്കാറുണ്ട്. ഇത് അതും എടുത്തില്ല. ഇന്നലെ മിനിയാന്ന് രാത്രി ഇച്ചിരി വൈകിയാണ് തീരുമാനമായത്. കാരണം ഡൽഹിയിൽ നിന്നുള്ള എല്ലാം അപ്രൂവലെല്ലാം വാങ്ങിച്ചിട്ടാണ് ചെയ്തത്. പൂർത്തിയായി. ഇന്നലെ ഗവർണർ ഇല്ലയെന്ന് നമുക്ക് അറിയില്ല. സത്യത്തിൽ ഗവർണർ ഇല്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് രാവിലെ കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുത്തു. അതിന് ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഭയങ്കരമായിട്ടോ. ഇല്ല ഒരു വിഷയം ഉണ്ടായി. അതൊക്കെ 3 ദിവസം 4 ദിവസം മുമ്പ് സെറ്റിൽഡാണ് ആ വിഷയം. ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ തിണ്ണയിറങ്ങാൻ പോകില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് എവിടെന്നെങ്കിലും ഒരു തിന്ന് കോട്ട് ചെയ്ത് കാണിച്ചു. ഞാൻ പണ്ട് ഉപദേശിച്ചിട്ടുണ്ട് നേതാക്കളോട്, തിണ്ണയിറങ്ങാൻ പോയിരുന്നു. എന്താ ഈ ബിഷപ്പ് ഹൗസിൽ പോയാൽ എന്താ കുഴപ്പം? ഞാൻ എപ്പോഴും പോകാറുണ്ടല്ലോ, എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ടല്ലോ. ഞാൻ ശിവഗിരിയിൽ പോകുന്നുണ്ടല്ലോ. മഠാധിപതികളെല്ലാം എന്നെ കൻ്റോൺമെൻറ്റ് ഹൗസിൽ വന്ന് സന്ദർശിച്ചിരുന്നു. ശിവഗിരി എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിരുന്നു. എത്രയോ ആളുകളാണ് വരുന്നത്. ഇപ്പം ഞാൻ എന്താവശ്യത്തിലാണ് അവിടെ പോയത്? ഞാനിവിടുത്തെ ക്ലീമീസ് ബാവയെ കണ്ടിരുന്നു. കർദിനാളാണ് അദ്ദേഹം. ഞാൻ നെറ്റോ പിതാവുമായിട്ട് ഭയങ്കരമായ ഹൃദയബന്ധമുള്ള ഒരാളാണ്. എനിക്കിഷ്ടമുള്ളവരെയൊക്കെ ഞാൻ പോയി കാണുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവിടെ പോയിട്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യം നേടിയെടുക്കാൻ പറ്റുക? ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ ജയിച്ചു. പിന്നെ ഇപ്പോൾ അവിടെ പോയി തിണ്ണയിറങ്ങണമെന്തിനാ? സാധാരണ ഇലക്ഷൻ ജയിക്കാനും വേറെ കാര്യത്തിനല്ലേ തിണ്ണയിറങ്ങണമെന്ന് പറഞ്ഞാൽ. ജയിച്ചിട്ടാണ് പോയി കാണുന്നത് അവരോടൊക്കെ. അത് എല്ലാ സ്ഥലങ്ങളിലും പോകും, എല്ലാവരെയും കാണാൻ പോകും. എല്ലാവരെയും, എന്നെ വഴക്ക് പറഞ്ഞവരെയൊക്കെ കാണാൻ പോകും. അതിനെന്താ പോണ്ടേ? എല്ലാവരെയും ഞാൻ ആരെയും പേരൊന്നും പറഞ്ഞില്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നേ. അതിനെന്താ? ഞാൻ ചോദിക്കട്ടെ, നമ്മളങ്ങനെ വേണ്ടേ? നിങ്ങളെന്താ പറയണത്? ഞാൻ ആളോട് മിണ്ടില്ല, ഇന്ന ആളോട് സംസാരിക്കില്ല, പണ്ട് എന്നോട് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നോട് മോശം പറഞ്ഞിട്ടുണ്ട്, ആളോടും. ഞാൻ ഈ പൊസിഷനിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യാമോ? അങ്ങനെ ചെയ്യാൻ പാടില്ല.